ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ മിക്കവരും ദുബായിൽ നിന്ന് അഥവാ യു എയിൽ നിന്ന് നാട്ടിലോട്ട് പോകുന്ന സമയത്ത് മെയിനായിട്ട് മേടിക്കുന്ന രണ്ട് കാര്യമാണ്. ഒന്ന് ദുബായ് ചോക്ലേറ്റും, രണ്ടെന്ന് പറയുന്നത് ദുബായിൽ നിന്ന് ഗോൾഡും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുബായ് ഗോൾഡിനെ കുറിച്ചാണ്. അതായത് നമ്മൾ നാട്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് എത്രത്തോളം ഗോൾഡ് നാട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും, അതായത് എത്ര രൂപ എമൗണ്ട് വരുന്ന ഗോൾഡ് നമുക്ക് നാട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും, അതിൻ്റെ പ്രൊസീജിയറിന് റൂൾസിനെയൊക്കെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീട്ടിലിടുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യമേ തന്നെ എന്തുകൊണ്ടാണ് എല്ലാവരും യു എയിൽ നിന്നും ഗോൾഡ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് നോക്കാം. അതായത് നമ്മൾ ഇന്ത്യയെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഗോൾഡിന് ടാക്സ് ഉണ്ട്, പക്ഷേ യു എയിലാണെന്നുണ്ടെങ്കിൽ ഗോൾഡിന് ടാക്സ് ഇല്ല. അതായത് യു എയിൽ ഗോൾഡിന് വാറ്റ് മാത്രമേ ഉള്ളൂ, അതും 5% മാത്രമേ വാറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഗോൾഡിന് അത്യാവശ്യം നല്ല രീതിക്കുള്ള റേറ്റ് കുറവാണ് യു എയിൽ. പക്ഷേ യു എയിൽ നമുക്ക് ഗോൾഡ് മേടിച്ച് യു എയിൽ സൂക്ഷിക്കാൻ പറ്റും. പക്ഷേ ഇന്ത്യയിലോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അതായത് ഒരാൾ ഇന്ത്യയിലോട്ട് പോകുന്ന സമയത്ത് അവർക്ക് ഇത്ര ഗ്രാം ഗോൾഡുകൾ മാത്രമേ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അതും ഇത്ര എമൗണ്ടിൻ്റെ ഗോൾഡ് മാത്രമേ നമുക്ക് ഇന്ത്യയിലോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അതായത് നിങ്ങളിപ്പോൾ ഒരു മെന്നാണ്, അതായത് പുരുഷനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലോട്ട് 20 ഗ്രാം അഥവാ 50,000 രൂപ മൂല്യം വരുന്ന ഗോൾഡ് മാത്രമേ ഇന്ത്യയിലോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അതായത് നിങ്ങൾക്കിത് ഒരു ഗോൾഡ് കോയിനായിട്ടോ ഗോൾഡ് ബാറായിട്ടോ ഓർണമെൻറ്റ്സ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നാട്ടിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ 50,000 രൂപ മൂല്യം വരുന്ന ഗോൾഡ് മാത്രമേ ഇപ്പോഴത്തെ റൂൾ അനുസരിച്ച് ഇന്ത്യയിലോട്ട് യു എയിൽ നിന്നും വാങ്ങി കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങളൊരു വുമണാണ്, അതായത് ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യു എയിൽ നിന്നും 40 ഗ്രാം ഗോൾഡ് നാട്ടിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതായത് 40 ഗ്രാം എന്ന് പറയുമ്പോൾ 1 ലക്ഷം രൂപ മൂല്യം വരുന്ന ഗോൾഡ് നിങ്ങൾക്ക് നാട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതും നിങ്ങൾക്ക് ഗോൾഡ് ബാറായിട്ടോ കോയിനായിട്ടോ ഓർണമെൻറ്റ്സ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നാട്ടിലോട്ട് കൊണ്ടുപോകാം. പക്ഷേ 1 ലക്ഷം രൂപ മൂല്യം വരുന്ന ഗോൾഡ് മാത്രമേ നമ്മുടെ നാട്ടിലോട്ട് യു എയിൽ നിന്നും കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനിയിപ്പോൾ 15 വയസ്സിന് താഴെയുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ 40 ഗ്രാം ഗോൾഡ് അഥവാ 1 ലക്ഷം രൂപ മൂല്യം വരുന്ന ഗോൾഡ് യു എയിൽ നിന്നും ഇന്ത്യയിലോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതിനായിട്ട് ആ കുട്ടി മിനിമം 6 മാസമെങ്കിലും യു എയിൽ റെസിഡൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഈ ഗോൾഡിന് ചെറിയ രീതിക്കുള്ളൊരു ടാക്സും കൂടെ ഉണ്ട്. ആ ടാക്സ് നമ്മുടെ ഇന്ത്യൻ എയർപോർട്ടിൽ നമ്മൾ അടച്ചാൽ മാത്രമേ നമുക്ക് ഈ ഗോൾഡ് നമ്മൾ ഇന്ത്യയിലോട്ട് പ്രവേശിപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഗോൾഡും കാര്യങ്ങളൊക്കെ നമ്മൾ നാട്ടിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത് മേടിച്ച റെസിപ്റ്റും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കണം എന്നുള്ളത് ആരും തന്നെ മറക്കണ്ട, അത് മസ്റ്റാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ യു എയിൽ വിസിറ്റിംഗ് വരുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ടിപ്പ് പറഞ്ഞുതരാം. അതായത് നിങ്ങളിപ്പോൾ യു എയിൽ വിസിറ്റിങ്ങിൽ വന്നു, നിങ്ങൾ ഗോൾഡ് യു എയിൽ നിന്ന് വാങ്ങിയെന്നിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ കയ്യിൽ സൂക്ഷിക്കുക. അതിനുശേഷം നിങ്ങൾ റിട്ടേൺ പോകുന്ന സമയത്ത് യു എ എയർപോർട്ടിൽ തന്നെ ഇതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടച്ച ഈ ഗോൾഡിൻ്റെ വാറ്റ്, അതായത് 5% വാറ്റ്, ആ ഫണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അതായത് നിങ്ങൾ യു എയിൽ നിന്നും ഗോൾഡ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ പർച്ചേസ് ചെയ്യുന്ന കടയിൽ നിന്നും കൃത്യമായിട്ട് പർച്ചേസിങ് ഡേറ്റും പർച്ചേസിങ് പ്രൈസും വാറ്റും ഉൾപ്പെടുന്ന ബില്ല് മസ്റ്റായിട്ടും ചോദിച്ച് മേടിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതായത് ആ ബില്ല് നമ്മുടെ എയർപോർട്ടിൽ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ 5% വാറ്റ് റീഫണ്ടായിട്ട് ലഭിക്കത്തുള്ളൂ. ഇനി ഇന്ത്യൻ ഗോൾഡ് റേറ്റും അതുപോലെ തന്നെ യു എ ഗോൾഡ് റേറ്റും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. അതായത് നമ്മൾ ഇന്ത്യയിൽ നിന്നും യു എയിൽ നിന്നും ഗോൾഡ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിക്കുള്ള പ്രൈസ് ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഇന്നത്തെ ഡേറ്റിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് 1 ഗ്രാം 24 ക്യാരറ്റ് ഗോൾഡിന് യു എയിൽ ഇന്നത്തെ റേറ്റ് 404 ദിറംസാണ്. അതുപോലെ തന്നെ 22 ഗ്രാം ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ 371 ദിറംസാണ്. അതും 21 ക്യാരറ്റ് ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ 354 ദിറംസാണ്. ഇനി ഇന്ത്യയിലെ ഗോൾഡ് റേറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇന്നത്തെ ഡേറ്റ് പ്രകാരമാണെന്നുണ്ടെങ്കിൽ 24 ക്യാരറ്റ് ഗോൾഡിന് 1 ഗ്രാമിന് 10,215 രൂപയാണ്. അതുപോലെ തന്നെ 22 ക്യാരറ്റ് ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ 9,364 രൂപയാണ്. അതുപോലെ തന്നെ 18 ക്യാരറ്റ് ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ 7,661 രൂപയാണ്. ഇനി യു എയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഗോൾഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് എത്ര രൂപ ഡിഫറൻസ് വരുന്നുണ്ടെന്ന് നോക്കാം. അതായത് നമ്മളിപ്പോൾ യു എയിൽ നിന്നാണ് ഗോൾഡ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ഗ്രാം 24 ക്യാരറ്റ് ഗോൾഡ് എടുക്കുന്നതിന് 674 രൂപ ഡിഫറൻസ് വരുന്നുണ്ട്. 22 ക്യാരറ്റ് ഗോൾഡ് 1 ഗ്രാം എടുക്കുകയെന്നുണ്ടെങ്കിൽ 597 രൂപ നമുക്ക് ഡിഫറൻസ് വരുന്നുണ്ട്.
അതുപോലെ തന്നെ 24 ക്യാരറ്റ് 1 പവൻ ഗോൾഡ് നമ്മൾ യു എയിൽ നിന്ന് എടുക്കുമ്പോൾ ഇന്ത്യൻ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ 5392 രൂപ ഡിഫറൻസ് വരുന്നുണ്ട്. 22 ക്യാരറ്റ് ഗോൾഡ് 1 പവൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4776 രൂപയാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഗൈസ്, എങ്ങനെയാണ് യു എയിൽ നിന്നും ഗോൾഡ് പർച്ചേസ് ചെയ്ത് നാട്ടിലോട്ട് കൊണ്ടുപോകേണ്ടത്, അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഏതായാലും യു എയിൽ നിന്നും ഗോൾഡ് എടുക്കാനായിട്ട് നോക്കുന്ന ചങ്സിന് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശരി ഗൈസ്, ഞാൻ ഏതെങ്കിലും വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. വീഡിയോ കുറച്ച് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കമന്റ് ബോക്സിൽ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ അറിയിക്കുക, നമുക്കത് ക്ലിയർ ചെയ്യാം. അപ്പോൾ ശരി ഗൈസ്, ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ യു എ അപ്ഡേറ്റ്സും അതുപോലെ തന്നെ ജോബ് വേക്കൻസികളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.